വേർഡ് ഓഫ് ഗോഡ് ടുഡേ 3-ാം മണിക്കൂർ. പുറപ്പാട് പുസ്തകം 7-ാം അധ്യായം 16 മുതലുള്ള വാക്യങ്ങൾ. നീ അവനോട് പറയണം, ഹെബ്രായരുടെ ദൈവമായ കർത്താവ് എന്നെ നിന്റെ അടുത്തേക്ക് അയച്ചത് മരുഭൂമിയിൽ എന്നെ ആരാധിക്കാൻ എൻ്റെ ജനത്തെ വിട്ടയക്കുക എന്നാവശ്യപ്പെടാനാണ്. എന്നാൽ നീ ഇതുവരെ അതനുസരിച്ചില്ല. കർത്താവ് കൽപ്പിച്ചതുപോലെ മോശയും അഹ്റോനും പ്രവർത്തിച്ചു. ഫറവോയുടെയും അവൻ്റെ സേവകരുടെയും മുമ്പിൽ വെച്ച് അവൻ വടി ഉയർത്തി നദീജലത്തിന്മേൽ അടിച്ചു. നദിയിലുണ്ടായിരുന്ന ജനമെല്ലാം രക്തമായി മാറി. നദിയിലെ മത്സ്യമെല്ലാം ചത്തുപൊങ്ങി. നദി ദുർഗന്ധം വമിച്ചു. ഈജിപ്തുകാർക്ക് നദിയിൽ നിന്ന് വെള്ളം കുടിക്കാൻ കഴിഞ്ഞില്ല. ഈജിപ്തിലെങ്ങും രക്തം കാണപ്പെട്ടു. പ്രിയമുള്ളവരെ, ഇത്രയേറെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടും ദൈവത്തെ ആരാധിക്കുന്നതിന് ജനത്തെ വിട്ടുകൊടുക്കാൻ തയ്യാറില്ലാതെ മറുതലിക്കുന്ന ഫറവോയെ നമുക്ക് കാണാം. ദൈവവിശ്വാസികളുടെ അടിസ്ഥാനം ദൈവാരാധനയാണെന്ന് നമുക്കറിയാം. ആ ദൈവാരാധനയിൽ നിന്ന് വിട്ടു നിന്നാൽ അവന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രതിസന്ധികൾ നന്നായിട്ട് മനസ്സിലാക്കിയ ആ അവസ്ഥയിലാണ് ദൈവം മോശയെ അയച്ചിട്ട് തൻ്റെ ജനത്തെ വീണ്ടെടുക്കാൻ ശ്രമിക്കുന്നത്. തൻ്റെ മകനോട് നേരത്തെ തന്നെ പറഞ്ഞു, ഇസ്രായേൽ എൻ്റെ ആദ്യജാതന, എൻ്റെ മകനാ, അവനെ ആരാധിക്കാൻ, എന്നെ ആരാധിക്കാൻ അവനെ വിട്ടയക്കണം. പക്ഷേ ഫറോയ്ക്ക് അത് ഒട്ടും സ്വീകാര്യമായില്ല. അവൻ മനസ്സ് കടുത്ത് അവൻ പിന്തിരിയുക. വീണ്ടും ദൈവം കൊടുക്കുന്ന ഒരു ശിക്ഷയാണ് നദിയിലെ ജലമെല്ലാം. ഈ ഈജിപ്തിലെ മുഴുവൻ ജലാശയങ്ങളും കുളങ്ങളും കിണറുകളും എല്ലാം രക്തം കൊണ്ട് നിറഞ്ഞു. എന്നിട്ടും അവിടെ ഉണ്ടായിരുന്ന മത്സ്യങ്ങളെല്ലാം ചത്തുപൊങ്ങി നാറ്റം വമിച്ചിട്ടും ഇസ്രായേലിനെ വിടാൻ കൂട്ടാക്കാതെ ദാർഢ്യത്തോടെ മുന്നോട്ട് പോകുന്ന ഫറവോ. പ്രിയമുള്ളവരെ, ഇവിടെ നമ്മൾ ചിന്തിക്കുമ്പം നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ ദൈവത്തിൻ്റെ ആലോചന ചോദിക്കാതെയും ദൈവഇഷ്ടം എന്താണെന്ന് അറിയാതെയും നമ്മുടെ തന്നെ തീരുമാനങ്ങൾ അനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോയിട്ട് അനർത്ഥങ്ങൾ, ദൈവഹിതത്തിന് വിരുദ്ധമാണെങ്കിൽ അനർത്ഥത്തിലേക്ക് പോകും നമുക്കറിയാം. അനർത്ഥങ്ങൾ ഉണ്ടായിട്ടും അതിനെ മറുതലിച്ച് മുന്നോട്ട് പോകുന്ന അവസ്ഥ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ അത് തിരുത്തുവാൻ ദൈവം നമുക്ക് തരുന്ന ഒരു അവസരമായത്. ദൈവഹിതത്തിന് വിധേയപ്പെടാൻ നമ്മളെല്ലാം ബാധ്യസ്ഥരാണ്. ദൈവഹിതപ്രകാരം ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വിളിക്കപ്പെട്ട നമ്മൾ അതിൽ നിന്ന് മറുതലിച്ചു പോയാൽ ദൈവത്തിൻ്റെ കോപത്തിന് പാത്രീഭൂതരാകും. അത് വരാതിരിക്കാൻ നമുക്ക് പരിശ്രമിക്കാം. ചില അവസരങ്ങളിലൊക്കെ സഹനങ്ങൾ നമുക്ക് കിട്ടും. പക്ഷേ ദൈവകോപത്തിലേക്ക് നമ്മളത് വിടാതിരിക്കാൻ, സഹനങ്ങൾ സന്തോഷത്തോടെ ഏറ്റെടുത്ത് പോകുന്നതിന് പകരം ദൈവത്തിൻ്റെ ശിക്ഷയും ശാപവും തിരിച്ചറിയാനും അവിടെ ദൈവഹിതത്തിന് വിരുദ്ധമായ ജീവിതത്തിൽ നിന്ന് പിന്തിരിയുവാൻ നമുക്ക് ഇടയാകട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.